പക്ഷേ ഈ ട്രംപ് ഒരു നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് സൂചന. അതായത് ഇന്ത്യക്ക് മേൽ ചുമത്തിയ താരിഫ് യുദ്ധം, അതിൽ നിന്ന് ട്രംപ് പിന്മാറാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷെ അത്തരത്തിലൊരു നീക്കത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ പുടിനുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ചെങ്കോട്ടയിൽ നരേന്ദ്രമോദി സംസാരിച്ചതിന് ശേഷവുമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നിലപാട് ഉണ്ടാകുന്നത്. ഇത് പുടിനെയും മോദിയും ഭയന്നിട്ടാണോ അതോ അമേരിക്ക ഒറ്റപ്പെടുമെന്നുള്ള ഭയം കൊണ്ടാണോ? അല്ല, എനിക്ക് തോന്നുന്നത് ഈ ട്രംപ് മുന്നോട്ട് വെച്ച ഈ വ്യാപാര യുദ്ധം, അതാണ് ചുങ്കയുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ യുദ്ധം, അതിൽ ട്രംപിന് കാലിടറി എന്ന് ഏതാണ്ട് എല്ലാ സാമ്പത്തിക വിദഗ്ധരും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ പ്രതിഫലനം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തതുപോലെ അമേരിക്ക വലിയ വിലക്കയറ്റത്തിലാണ്. അമേരിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വരാനുള്ള രാജ്യങ്ങൾക്കെതിരെയാണ് അമേരിക്ക ഈ ചുങ്കം, ഇരട്ടി ചുങ്കം, നേരത്തെ അത് പകരച്ചുങ്കം എന്നൊക്കെ പറഞ്ഞിരുന്നാണെങ്കിലും ഇന്ത്യക്ക് നേരെ എന്ത് ഭീകരമായിട്ടുള്ള ചുങ്കമാണ് അമേരിക്ക ഉയർത്തി. 25% എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ പ്രഖ്യാപിച്ചു, നമുക്കെതിരെ 50%. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ പുട്ടിൻ്റെ എണ്ണ വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളത് വാങ്ങണ്ട, നിങ്ങളത് വാങ്ങിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അതിലൊന്ന് അഭിമാനക്ഷതം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് റഷ്യ പുല്ലുപോലെ അതിനെ വലിച്ചെറിഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാരണം ആരാണ്? മോദി, ഇന്ത്യ. കാരണം നിങ്ങളവിടെ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു. എണ്ണ വാങ്ങിക്കുമ്പോൾ പുടിൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ത്യൻ റുപ്പി തന്നാൽ മതി, എണ്ണ തരാം, പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് എത്ര കാശാണ് കുറച്ച് തരേണ്ടത്, അത് അതിനനുസരിച്ച് വളരെ വില കുറച്ച് നമുക്ക് എണ്ണ തരും, നമ്മൾ വാങ്ങിക്കും. അപ്പോൾ ഇതിന് പ്രതികാരം എന്ന നിലക്കാണ് നമുക്ക് 50% ചുങ്കം ചുമത്താനായിട്ട് എന്ത് ചെയ്യുന്നു ട്രംപ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് മോദി പ്രഖ്യാപിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ലോക വിപണിയുടെ അധികാരം വേണം എന്നുള്ളതായിരുന്നു. അത് ചെറിയ ഒരു പ്രഖ്യാപനമായിട്ട് നമ്മൾ കണക്കാക്കരുത്. കാരണം വെച്ചാൽ ലോക വിപണിയുടെ അധികാരം വേണം എന്ന് പറഞ്ഞാൽ ലോകത്തെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയണം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് എത്രത്തോളം കഴിയും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മളതൊക്കെ പ്രഖ്യാപിക്കാൻ പറ്റുന്ന ആത്മവിശ്വാസത്തിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. ഇത് സാധ്യമാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം ലോക വിപണിയെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ലോക വിപണിയിൽ ഇറക്കുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് സാധ്യമായിത്തീരുന്നത്. ക്വാളിറ്റിയും വിലയും പ്രധാനപ്പെട്ടതാണ്. അത് ഏത് മാർക്കറ്റിംഗ് സിസ്റ്റത്തിനകത്ത് പ്രവർത്തിക്കുന്ന മെക്കാനിസമാണ്. കാരണം ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ അടിസ്ഥാനത്തിലാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നത്, വില നിശ്ചയിക്കുന്നത്. വിലയുടെ തോത് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കാനായിട്ട് കഴിയണം. പക്ഷേ ലോക മാർക്കറ്റിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ താഴെയാണ്. ശരിക്കും പറഞ്ഞത് ജർമ്മൻ ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും മികച്ച ക്വാളിറ്റി പുലർത്തുന്നത് എന്നാണ് മാർക്കറ്റ് ഇവാലുവേഷൻസൊക്കെ നടത്തുന്ന പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കോമ്പറ്റേറ്റീവ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഇങ്ങനെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, വികസിപ്പിക്കേണ്ടതുണ്ട്. അത് വികസിപ്പിക്കുന്നതിന് സാങ്കേതികവിദ്യയുടെ സഹായം വളരെ കൂടുതലായിട്ട് വരും. അപ്പോൾ നമ്മളുടെ പല പ്രോഡക്റ്റുകളും മാറ്റിയിട്ടുള്ളത് എങ്ങനെയാണ്? കൊളാബറേറ്റിംഗ് പവറിലൂടെയാണ്. ഇപ്പോൾ മാരുതി സുസുക്കി എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനിയും അതുപോലെ തന്നെ ജാപ്പാനീസ് കമ്പനിയായിട്ടുള്ള സുസുക്കിയും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും മികച്ച തോതിലുള്ള കാറുകൾ നമുക്ക് ഇറക്കാൻ, മാരുതി വഴി ഇറക്കാനായിട്ട് കഴിയുന്നത്. അത് മാരുതിയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റെല്ലാ വാഹനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ചോദിച്ചാൽ, ഒന്നിപ്പോൾ ബജാജ് കാവസാക്കി എന്ന് പറഞ്ഞാൽ ബജാജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനിയാണ്. കാവസാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശ കമ്പനിയാണ്. അതെല്ലാ രംഗത്തും ഉണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ കൺസ്യൂമർ ഐറ്റംസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിലിവർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കമ്പനിയുടെ ഇന്ത്യൻ പാർട്ട്ണറാണ് ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിയൻ ലിവറിൻ്റെ ക്വാളിറ്റി നമുക്ക് കൊണ്ടുവരാനായിട്ട് ഹിന്ദുസ്ഥാൻ പവറിലൂടെ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറയുന്നത് ഇതുവരുന്നൊരു കൊളാബറേറ്റീവ് പ്രൊഡക്റ്റ്. ഞാൻ ചെറിയ ചില ഉദാഹരണങ്ങൾ പറഞ്ഞത് മാത്രമേ. ഇതുമാതിരി നമ്മൾ നോക്കിയാൽ ഒട്ടുമിക്ക മേഖലകളിലും നമ്മളുടെ ഈ ക്വാളിറ്റി കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് വിദേശ കമ്പനികളുമായിട്ടുള്ള നമ്മളുടെ കൊളാബറേഷനിലൂടെയാണ്. അത് കുറച്ചും കൂടി ഉയർത്തി അത് മാത്രം ചെയ്താൽ പോരാ, നമ്മളുടെ ഒരു തനതായിട്ടുള്ള ഒരു പഞ്ച് അതിനകത്ത് നമുക്ക് കാണിക്കാൻ. അതിനാണ് നമ്മൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് പോകുന്നത്.
കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നമുക്കതിനകത്ത് ഗവേഷണം നടത്താനും പണം മുടക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉയർന്നു വരാം. അങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് നമുക്ക് ലോകകമ്പോളത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട് ഒരു നല്ല ഷോപ്പ് തന്നെ നമുക്ക് തുടങ്ങാനായിട്ട് കഴിയും. ഇപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്താണ്? അവർ ഏറ്റവും വിലക്കുറച്ച് സാധനം വേണമെന്ന് പറഞ്ഞാൽ ഏറ്റവും വിലക്കുറച്ച് കൊടുക്കും. ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനം വേണമെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. അതാണ് മാർക്കറ്റ് മെക്കാനിസം. അത് കൃത്യമായിട്ട് കൈവരിച്ചാണ് അവർ മുന്നോട്ട് വന്നത്. നമുക്കും അത് വേണ്ടിവരും എന്നാണ് മോദി ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിന് ഉള്ള സാധ്യതകൾ അമേരിക്കയുടെ മുന്നിലാണല്ലോ നമ്മളിത് പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ. കാരണം ഇപ്പോൾ നമ്മളും അവരും തമ്മിലാണ് ഡയറക്റ്റായിട്ട് സംവാദം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇരട്ടി ചുങ്കം ഒക്കെ ഏർപ്പെടുത്തി ട്രംപ് നിൽക്കുന്ന സമയത്ത് ട്രംപിനോട് പറയുകയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് നീങ്ങാനായിട്ട് പോകുന്നത്. മാത്രമല്ല രഹസ്യമായിട്ട് പുടിനുമായിട്ട് മോദി സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ച കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. അത് പക്ഷേ പുടിൻ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രംപുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ സംഭാഷണത്തിന് അലാസ്കയിൽ നടന്ന ആ സംഭാഷണം അത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? യുക്രൈനും അതേപോലെ തന്നെ റഷ്യയും തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ചർച്ചകളാണ്. ചർച്ച കഴിഞ്ഞതിന് ശേഷം പുടിൻ പറഞ്ഞ ട്രംപ് പറഞ്ഞെന്താണ്? പുടിനെ 100 മാർക്ക് കൊടുത്തിരിക്കണമെന്നാണ്. ഇനി ഈ ചർച്ച അവസാനിപ്പിക്കാനായിട്ട് വരേണ്ടതാരാണ്? സെലിൻസ്കി വരണം. ഞാൻ അവൻ്റെ കയ്യിലേക്ക് പന്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അവൻ അടിച്ച് ഗോളാക്കട്ടെ എന്നുള്ള രീതിയിൽ ട്രംപ് അങ്ങനെയൊക്കെയാണ്. അപ്പം ഇങ്ങനെയുള്ള സംഭാഷണങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ഇത് പുതിയ ലോകത്തിൻ്റെ 21ാം നൂറ്റാണ്ടിൻ്റെ ഒരു വിപണി പിടിച്ചെടുക്കൽ തന്ത്രത്തിൻ്റെ കൂടി ഭാഗമായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. ലോകത്തെ നിയന്ത്രിക്കാനായിട്ട് ലോക വിപണി തന്നെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യ വന്നിരിക്കുന്നു. അതാണ് ചെങ്കോട്ടയിൽ നിന്ന് മോദിയുടെ പ്രഖ്യാപനം പോലെ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി ട്രംപിനെ ഭയപ്പെടുത്തുന്നുണ്ട്. അതായത് ചൈന, റഷ്യ, ഇന്ത്യ ഈ 3 കൂട്ടുകെട്ട് അത് ഒന്നിച്ച് നിന്നാൽ ലോകത്തെ തന്നെ കീഴടക്കാൻ സാധിക്കും, അമേരിക്ക ഒന്നും അല്ലാതായി തീരും എന്നുള്ളൊരു ഭയം കൂടി ട്രംപിന് ഉണ്ട്. അപ്പോൾ ഈ തീരുവ കൂട്ടിയാൽ ഒരുപക്ഷെ ആ ശക്തി കൂടുതൽ പ്രബലപ്പെടാനാണ് സാധ്യത എന്ന് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഇത് പുനഃപരിശോധിക്കാൻ 21 ദിവസത്തെ സമയമാണ് നൽകിയത്. 21 ദിവസത്തിനകം ഇതിൽ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ 21 ദിവസം തീരാനുള്ള സമയമായി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ പുനഃപരിശോധനയ്ക്കൊരു സൂചന എന്ന് അമേരിക്ക തന്നെ പറയുമ്പോൾ അത്തരത്തിലൊരു ഭയം കൂടി ട്രംപിന് ഉണ്ടാകാം എന്ന് നമ്മൾ നോക്കിക്കാണണ്ടേ? ട്രംപിന് ആ ഭയമുണ്ട്. ട്രംപാണ് ഈ കുഴപ്പമുണ്ടാക്കിയെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കപ്പെട്ടു. കാരണം എന്താണ്? ഇന്ത്യയും ചൈനയും തമ്മിൽ പരസ്പരം ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? കുറെ നാളുകളായിട്ട് അതിർത്തി തർക്കത്തിന്റെ പേരത്ത് ഇങ്ങനെ പ്രശ്നമായി ശത്രുതയിൽ നിൽക്കുന്ന രാജ്യമായിരുന്നു. ആ ശത്രുത ഒറ്റ ദിവസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഡൊണാൾഡ് ട്രംപ് അടിച്ചു പൊളിച്ച് ഇല്ലാതായി കളഞ്ഞു. അങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിൽ സൗഹാർദ്ദത്തിലെത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും രാഷ്ട്ര നേതാക്കൾ പരസ്പരം സംസാരിക്കുകയും പല കാര്യങ്ങളിലും അവർ സഹകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് ധന്യ സൂചിപ്പിച്ച ഒരു സംഭവത്തിൻ്റെ ഡെവലപ്മെൻറ്റാണ്. പുതിയൊരു ലോകത്രയം റഷ്യ, ചൈന, ഇന്ത്യ ഏതാണ്ട് 42% വരുന്നതായിട്ടുള്ള ജനസംഖ്യയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറിത്തീരുന്നു. അപ്പോൾ പുതിയ ലോകശക്തിയാണ് ഈ ത്രയം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ, ചൈന, റഷ്യ. ഇതൊരു ലോകത്രയമാണ്. ഈ ത്രയമായിരിക്കും ഇനി വരാൻ പോകുന്ന കാലത്തെ നിയന്ത്രിക്കാനായിട്ട് പോകുന്നത് എന്ന ഭയമാണ് ഇപ്പോൾ അമേരിക്കയെ ബാധിച്ചിരിക്കുന്നത്. അമേരിക്ക മുൻകൂട്ടി ഒരിക്കലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഫോർമേഷൻസ് ആണ് ഇതിൽ സംഭവിച്ചത്. ഇതൊരു പുതിയ ഫോർമുലേഷനാണ്. ഈ ഫോർമുലേഷൻ തീർച്ചയായിട്ടും അതിൻ്റെ സാധ്യത അമേരിക്കയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കും ചൈനക്കും റഷ്യക്കും തോന്നി എന്നുള്ളതാണ്. അത് സൃഷ്ടിച്ചത് ട്രംപാണ് തന്നെ. അതായത് ഇനി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പരസ്പര യുദ്ധങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ചുങ്കം ഉയർത്തിയപ്പോൾ അവർ രണ്ടിൽ ഒന്നായി, ഇനി എനിക്ക് നോബൽ സമ്മാനം വേണം. അത് വേണമെങ്കിൽ പറയാം, നോബൽ സമ്മാനം വിളിക്കാൻ വാങ്ങിക്കാം. പക്ഷേ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കും ചൈനയ്ക്കും വലിയ വലിയ സാധ്യതകളുണ്ടെന്ന് അവർ തിരിച്ചറിയാണ് ചെയ്യുന്നത്. തൽക്കാലം അവർ തമ്മിലുള്ള ശത്രുത അത് തീർക്കണ്ട, അത് ഫ്രീസറിൽ വെച്ചാലും മതി. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും തുടങ്ങാം.